ഒരു കുമ്പിൽ വീടുവയ്ക്കാം, ഒരു തുമ്പപ്പൂ കൊണ്ട് വീരുന്നൊരു ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീഴ്ത്താം. ഒരു കാറ്റിൻ കനിവിന്നായി, ഒരു കാറ്റിൻ കനിവിന്നായി പാടുവാനാം. ഓ മധുരിക്കും ഓർമ്മകളെ മുളമണ്ടൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. ഒരു കൂടി നിന്നും തേൻ കുടിക്കാം, ഒരു രാജ ഒരു റാണി, ഒരു രാജ ഒരു റാണിയായി മാറാം. ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. चुरा के आते हैं परिवारों में, मेरे दिल के आँख बचेगी दुनिया के परवाना है। चार तरफ में झुका जमाना ढूंढेगा, दिल का सुना सा तराना ढूंढेगा, तिरंगा है नाम निशाना ढूंढेगा। അവർക്കത് മിസ്സായതിനു ശേഷം അടുത്ത ടീമിനാണ് പോകുന്നതെങ്കിൽ അവരത് പാടുകയാണെങ്കിൽ ഒരു പോയിന്റ്. അപ്പോൾ വിൻ ചെയ്താൽ ഡയറക്റ്റ് വിൻ ചെയ്താൽ 2 പോയിന്റ്, പാസ് ചെയ്തിട്ട് നീങ്ങായി കഴിഞ്ഞാൽ 1 പോയിന്റ്. പിന്നെ ഒരു മിനിമം
ഒരു 4 വരിയെങ്കിലും പാടണം. 3 വരി. പ്ലീസ് 2 വരി. ഓക്കെ. ഫസ്റ്റ് പൊരുളെ മുത്താണ് നീ നമ്മക്ക് നോക്കിരുന്നൊരു പെണ്ണുണ്ട് തോണിയിലെ പങ്കായം പളുകൊണ്ട് മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ആദ്യ റൗണ്ടിൽ എല്ലാവരും 5 പോയിന്റ്. ത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാടിയിടങ്ങളിൽ മണ്ണുണ്ട്, ഒരു നാടിയിടങ്ങളിൽ മണ്ണുണ്ട്. മടങ്ങപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യം ഇന്നാണല്ലോ, മംഗല്യം ഇന്നാണല്ലോ നീ പറന്നു വന്നു ഒരു പൊന്നാര പറന്നു വന്നു. ബാബാ മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സുരസുന്ദരി. ബാബാ മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സുരസുന്ദരി. 2 പോയിന്റ് എല്ലാവർക്കും. സത്യം ശിവം സുന്ദരം സത്യം ജീവം പേരും കൊണ്ട് ഉണ്ടാക്കി 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി മണി വന്നു. കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. പഞ്ചാര മുടിയുള്ളോടെ പദവൊന്നും ചിരിയുള്ള പൂങ്കരി തേവി പെണ്ണ് സൈനബാബി അഴകേറുന്നോരേവ കാഞ്ചനമാല്യം ചൂടിക്കാൻ സുന്ദര രൂപന മഹമൂദിൻ ഇവിടെ നിൽക്കുന്നു. നാണമാവുന്നു, നെയ്യുന്നു,
എന്റെ കൈകൾ നിന്നെ മൂടുമ്പം മാരന്റെ കൽപകത്തിൽ വിരിഞ്ഞിടും മറുമാസ പൂമാരി പൂ പ്രാണസഖി എന്റെ മുന്നിൽ തപസമെന്തേ അണയാൻ സ്നേഹമായി എന്റെ കണ്ണിൽ തപസമെന്തേ വരുവാൻ വാ മഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു നുള്ളി നുള്ളിയുറങ്ങി വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു നിലാവിൽ വിരഹമെന്നാരോ പറഞ്ഞു നമുക്ക് പാടാം ഒരു പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ कोई तेरा गाँव बड़ा प्यारा घर को नया वारा आगे यहाँ रे कोई तेरा गाँव बड़ा प्यारा मैं तो नया वारा आगे यहाँ रे या One, two, three, four. വളയറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയറുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ ചലത്തെ मेरे गीत याद रखना कभी अलविदा ना कहना कभी अलविदा ना कहना കുടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടി കരയാനും പറയാനും മണ്ണം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല പോലെ കരഞ്ഞൊരു കണ്ണലറിഞ്ഞ അനുഗ്രഹം ചൊരിയണമന്റെ തമ്പുരാനെ തമ്പുരാനെ തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പ് മുടക്കും ഞാൻ നാട്ടുവേല കിളിയേ കഴിഞ്ഞപ്പോൾ ഫാത്തിമ പറയില് ഇക്കാര്യം നടക്കുന്നെന്ന് നാലുകാലുള്ളൊരു മൊഞ്ചത്തി പെണ്ണിനെ കോല് നാരായണൻ കണ്ടോണ്ട് പോയി ഹലോ
तेरा वादा वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो मेरी जिंदगी का हाल ही दिन होगा क्या हुआ तेरा वादा वो कसम वो इरादा വളകിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണതാരോ വളകിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണതാരോ ആയിരം പാദസരങ്ങൾ സൃഷ്ടിച്ചു മതങ്ങൾ മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു പങ്കുവച്ചു വാല് വാല് വാ വാ നീ മധു പകരൂ മലച്ചൊരിയൂ അനുരാഗ പൈങ്കിളിയേ നീ മധു പകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ पर्दा है पर्दा पर्दे के पीछे पर्दा नशे पर्दा है पर्दा है पर्दा मेरा नाम नहीं है पर्दा है पर्दा पर्दा है पर्दा സ്നേഹം വിടത്തുന്ന പൂതികളാകുന്നു ले जाएंगे दिल वाले दुल्हनिया ले जाएंगे दिल वाले दुल्हनिया ले जाएंगे रह जाएंगे पैसे वाले देखते रह जाएंगे രാജ റാൽ 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 ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ ജീവിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ അതേ പാട്ടാണ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചതാ നിങ്ങൾ 5 പോയിന്റ് വരും 5 പോയിന്റ് ഞങ്ങൾക്ക് വരും 5 പോയിന്റ് ഞാൻ പാട്ട് പഠിപ്പിച്ചതാ മൊഴിന്തിന്റെ സമയത്ത് ഗുഹാ ചെയ്ത് കരം നോക്കി തെളിന്തേ തുതിയാർ കടക്കട്ടെ നബിയോരിൽ സലാം
നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. മോളല്ലേ Da, da, da. മോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ നൂറായി ഞാൻ നിന്റെ ദുനിയാവാകെ തീരഞ്ഞില്ലേ പുതുമാരനവഞ്ഞിലും സുദിനമിത് ഈ അസുര പസുര നിലനിർത്തിയും മണവാട്ടി അണിയുന്നു രോമാഞ്ചം എന്തൊരാവാരം എന്തൊരാവേശം മണവാട്ടി അണിയുന്നു രോമാഞ്ചം With 24 points, third place. Brosted with 28 points, first place. And 27 points, third place. Second place. And you go with 22 points. അത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടൊരു കളിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കുക, ഇരുന്നിട്ട് കളിച്ചാൽ മതി. നല്ലൊരു സമ്മാനങ്ങൾ കാത്തിക്കുന്നുണ്ട്. പക്ഷെ കളിക്ക് വളരെ പരിമിതമായ നിയമങ്ങളുണ്ട്. അപ്പൊ അതില് പിന്നെ ആദ്യമായിട്ട് ഈ കളി എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 28 വരെ എണ്ണാണ് കളി. എണ്ണ അപ്പൊ ഉദാഹരണത്തിന് 1, 2, 3 ഇങ്ങനെ ആ എണ്ണുന്ന ആളുകളൊക്കെ കൈകെട്ടിയിരിക്കണം. കൈകെട്ടിയിട്ട് എല്ലാവരും കൈകെട്ടിയിരിക്കണം. വേറെ ഒരു ചലനവും ഉണ്ടാകാൻ പാടില്ല. വേറെ ഒരു തരത്തിലുള്ള മൊബൈലൊക്കെ പോക്കറ്റിൽ ഇടണം. മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ചായ കുടിക്കാൻ പാടില്ല. ഒന്നും പാടില്ല. കൈ കെട്ടണം. അതാണ് കളി. മൈക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മൊബൈലൊക്കെ എല്ലാവരും പോക്കറ്റിൽ ഇടണം. വേറെ ഒരു തരത്തിലുള്ള അപ്പം പുറത്താക്കുന്നതാണ്. അപ്പൊ അവർ പുറത്താക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജാഫർ ആദ്യം പുറത്തുള്ള മൂപ്പലിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1, 2, 3, 4 like that. When it starts 28 again start from 1 like that. It's a rotation. Very easy, very easy. So the game is like only small rule is for multiples of 7. For example, 7, 14, 21, and 28. You should not say the number. You should not speak the number 7, 14, 21, and 28. Also 17 and 27. 17, those numbers which mingling with 7. That's it. So 7, 14, 21, 28, 17, 27. ഈ നമ്പറുകൾക്ക് നമ്പർ പറയാൻ പാടില്ല, ചാരി നിൽക്കാൻ പാടില്ല. ആകെ പറയാൻ പാടുള്ളത് ഈ തലയിൽ കൈവെട്ടി യു ആർ സ്റ്റാൻഡിങ് ലൈക്ക് ദിസ്. യു ഓൺലി സേ അപ്പ്. 14 കഴിഞ്ഞാൽ ഉടനെ ഒരു ട്രയൽ ഉണ്ടാക്കും. ഒരു ട്രയൽ ഉണ്ടാക്കും. Instead of telling that number, you should say from your hand, say up. Up. Only say the word up. If you say like a thinking, like a second thinking, confusing and telling any number, you are out.
ഔട്ടാരൊക്കെ അപ്പുറത്തിരിക്കാം. It should be very fast and there is no time should be there. Delay means you are out. So it should start very fast. Whoever slow or delay, you will be out. Then you have to go back. The chair will be minimized. So like that. So the game will be very fast. The next person should say the continuation of that. Yes, yes. The next person should say continuously. Don't say I forgot, I thought these are that. No excuse. 5, 6, Up. 8, That's it. 10. Yes. 23. Just wait. Now, you should not make any like this. Just go. Yeah. 22. 23, 24, 25, 26, 28, 29, 1, 2, 3, 4, 5, 6. 8, Yes. 9, 17, right now. 19. Please come. Both are out. 3, 4, 5, 6, 8. That he said. He should up. 15. You took the hand, just get out. Thanks, sir. You should fold, otherwise we will not go. Yeah. He's at 15, yeah. 16. 11, 12, 13, 14. You should 23. Yes. He said 23 now. 24. 25. Three, 4, 5, 6. Kay phone. 15, 16, 13. 19, 20, 22. 23, 24, 25, 26. I have suppose 28 only. He sent 7, 28 up. Yes. 1, 2, 3, 4, 5, 6, out. 8. Yes. 8, 9, 10, 11, 12, 13, up. 1. Yes. 16, 15, 11, up. 18, 19, 20, up. ബ്രോസ്റ്റർ ടീം
റോസ്റ്റർ ടീമാണ് ജയിച്ചോണ്ടിരിക്കുന്നത്. 23, 24, 25, 26. Up. 2, 3, 4, 5, 6, 7, 8. Yes, 8 now. 8, 9, 10, 11, 12, 13, up, 15, 16, up, 19, 18. He said 80. 19, 20, up, 22, 23, up. Eight, 9, 10, 11, 12, 13, up. 15. ഞങ്ങളുടെ ടീമാണ് ജയിച്ചത്. നന്നായറിയും ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അന്ന് വരും നാളയില്ല യാചകനായെന്നോ ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാണിടുവാനായി നാളയിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ തിരിച്ചു പറഞ്ഞോ തിരിച്ചു. Yes, okay. Start. I'll give some out. ഒരു കസേര
Out, out, okay, out. Yes, start. Yes. ഓർമ്മില്ല. भाभी तेरी बहना तुम्हारा भाभी तेरी बहना Yes, she have come. Start. हरे राम कोई होता है जमाना हरे राम कोई होता है जमाना Support. Out. Yes, Manjeri out. Yes. No, one watch. Okay, next. Okay. Yes. ആശയ മത്സരം 4 പേര് 5 പേര്. ഓടി. ഓടി. ടച്ച് ചെയ്ത്. Yes, അവസരം out. സപ്പോർട്ട് കൊടുക്കൂ. സപ്പോർട്ട്. ഡോക്ടർ റിവേഴ്സ് റിവേഴ്സ് പോയിട്ട് ഡോക്ടർ. ഓക്കെ, ഇനി 2 സീറ്റിന്റെ 3 പേര് ഓടാനുണ്ട്. ഓക്കെ, ഇങ്ങനെ നടന്നതിന് മുതലായി. ഓക്കെ, എന്താണ് ഇവിടെ ദമാമിൽ സൗദിയിൽ വന്നിട്ട് എത്ര വർഷമായി? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ദമാമിൽ ഇവിടെ സൗദിയിൽ വന്നിട്ട് ഏകദേശം 32 കൊല്ലമായി. 32 കൊല്ലമായി. ഓക്കെ, നാട്ടിൽ കുറച്ച് കൂട്ടി പറഞ്ഞതാണ്. അല്ല, കുടുംബമൊക്കെ ഇവിടെ നാട്ടിലാണോ? കുടുംബം ഇവിടെയാണുള്ളത്. ഇവിടെയാണ്. ഓക്കെ, ഓക്കെ. നിങ്ങൾ ഏത് എയർപോർട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഏത് എയർപോർട്ടിൽ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ദമാമെന്നാണ് വന്നത്. ദമാമെന്നാണോ? അല്ല, ദമാമിലേക്ക് ഏത് എയർപോർട്ടിനാണ് വന്നതെന്ന്? നാട്ടിന്നോ? കോഴിക്കോട്. കോഴിക്കോട് ഏത് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നത്? എയർ ഇന്ത്യ. എയർ ഇന്ത്യ. ആ, ഞാൻ തൃശ്ശൂർ. എങ്ങനെയാണ് കുട്ടികളൊക്കെ നന്നായി പോകുന്നത്? എസ് എക്സാമിനേഷൻ എങ്ങനെയാണ് കുട്ടികളുടെ എക്സാമിനേഷൻ വിളിക്കാറുള്ള കുട്ടികൾ? എല്ലാം എന്റെ മക്കൾ ഇവിടെ ഉണ്ട്. മക്കൾ 10ാം ക്ലാസ്സിലൊന്നും ആയിട്ടില്ല. 10ാം ക്ലാസ് നാട്ടിലെവിടെയാണ്? ആലുവ. നാട്ടിൽ എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ? വൈഫൊക്കെ ഇവിടെ ഉണ്ടോ? എന്തൊക്കെയാണ്? വൈഫ് ഇവിടെ ഉണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ മറ്റൊക്കെ ഉണ്ട്. ഏതാ ക്ലാസ്സിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഞാനിപ്പോ 10ാം തരം വരെ പഠിപ്പിക്കുന്നു. 10ാം തരം പഠിപ്പിക്കുന്നത്. നാട്ടിലെ എങ്ങനെ കുട്ടികൾ നാട്ടിലെ കുട്ടികൾ ഏതൊക്കെ ക്ലാസ് പഠിക്കുന്നത്? എങ്ങനെയാണ് നാട്ടിൽ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു? നാട്ടിൽ വളരെ സന്തോഷകരമായിട്ടായിരുന്നു. ഇപ്പൊ കുട്ടികളെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു കുട്ടി 1ാം തരത്തിൽ പഠിക്കുന്നു, മറ്റേ കുട്ടി 5ാം തരത്തിൽ പഠിക്കുന്നു, മൂത്ത കുട്ടി 8ാം തരത്തിൽ പഠിക്കുന്നു. പഠിച്ചു അല്ലേ? ഞാൻ എല്ലാ ബിരുദങ്ങളും എടുത്തിട്ടുണ്ട്. എല്ലാ ബിരുദം എടുത്തൊരു ബിരുദമാണ് താങ്കൾ അല്ലേ? ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ്
കുടുംബത്തെ ഫാമിലി ഇവിടെ കൊണ്ടുപോകുന്നില്ല? കുടുംബമൊക്കെ നല്ല സുഖമാണ്. എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ പുറത്തൊക്കെ പോകും. ഈ പുറത്തുള്ള ഉല്ലാസ മേഖലകളൊക്കെ കണ്ട് അവർക്ക് സന്തോഷം പകരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. ഇവിടെ നാട്ടിലെവിടെയാണ്? ഒളവട്ടൂർ. അതെങ്ങനെയാണ്? പിന്നെ ഇവിടെ എത്ര വർഷം ഇവിടെ വന്നിട്ട് എങ്ങനെയാണ്? ഹൗ ടു എക്സ്പീരിയൻസ്? ഇംഗ്ലീഷിലാണ് അല്ല, ഇംഗ്ലീഷ്. എന്റെ വിദ്യാലയ പഠനം പൂർത്തിയാക്കിയത് അവിടെ ജീവശാസ്ത്രവും ഗണിതശാസ്ത്രവും അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിരുന്നു. എൻ്റെ അധ്യാപകർ എന്നെ ഏറ്റവും നന്നായിട്ടാണ് പഠിപ്പിച്ചത്. അവരെ ഞാനിപ്പോഴും കൃതജ്ഞതയോടെയും സ്നേഹത്തോടെയുമാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ല ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. എത്ര ഓർമ്മിക്കുന്ന ടീച്ചർ ആരാണ്? നല്ലൊരു അധ്യാപിക എന്ന് പറയുന്നത് ലീല ടീച്ചർ എന്ന് പറയുന്ന ജോലി ചെയ്യുന്നത്. ഏകദേശം 25 വർഷമായി അച്ചടി സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അച്ചടി സംബന്ധമായിട്ടുള്ള ഈ കാണുന്ന പഴം തിന്നൽ മത്സരമാണ്. അത് നിയന്ത്രിക്കുന്നത് നമ്മൾ ഡോക്ടർ അബ്ദുൽ സലാം സാഹിബാണ്. ഹലോ, ഇത് വളരെ ചെറിയൊരു മത്സരമാണ്, പഴം പിടിക്കാൻ മത്സരം. 4 ഗ്രൂപ്പ് ദയവേദ അവിടെ ഇരിക്കും. Okay, judges, please. Judges തൊലി അവരവരുടെ കയ്യിൽ തന്നെ വെക്കുക. ഇത് സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ്. ആ രൂപത്തിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നമ്മളാകെ കുറഞ്ഞ കാലത്ത് ജീവിക്കാവുള്ളൂ. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 21,000 ദിവസമാണ് ജീവിക്കാന്ന് പറയാറ്. അപ്പം അതിൽ തന്നെ 10,000 ദിവസം ഉറങ്ങിപ്പോയാൽ പിന്നെ വളരെ കുറഞ്ഞ ദിവസം 5,000 ദിവസമാണ് ശരിക്കൊരു പറയാറുള്ളത്. അതിൽ ഒരുപാട് ദിവസം നമ്മളത് കഴിഞ്ഞു പോയി. ചുരുക്കം പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലത്തേക്ക് ജീവിക്കുന്ന നമ്മളുടെ ഉള്ളിൽ പലപ്പോഴും വെറുപ്പിൻ്റെയും അതല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തലിലേക്കോ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് സന്തോഷപ്രദമായി ജീവിക്കാം. ഇന്ന് തന്നെ ഞാനങ്ങനെ ആലോചിക്കാം, 1008 ചിരി തുടങ്ങിയിട്ട് ഇതുവരെ നിന്നിട്ടില്ല. ഇത്തരത്തിലൊരു മനസ്സ് എനിക്ക് തോന്നുന്നത് ഇവിടെ അധികമാർക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇവിടെ സംസാരിക്കാൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും സംസാരിക്കുന്നത് തന്നെയായിരിക്കും. നമുക്ക് സംസാരിക്കാൻ സമയമില്ല, നമ്മൾ നിർത്തുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് നമ്മളെല്ലാവരുടെയും ആവശ്യമാണ്. തീർച്ചയായിട്ടും നിലനിർത്തണം. ഇതിൽ നമുക്ക് കൂടുതൽ അംഗങ്ങൾ ചേർക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടി പരിപാടികളൊക്കെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ പ്രവർത്തിക്കാറുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഇന്ത്യൻ സ്കൂളിൻ്റെ അടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാറാണ് പതിവ്. അതോടൊപ്പം നല്ല ഭക്ഷണം എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല ഭക്ഷണം. അവരെ ആ ഭാര്യമാരെയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എല്ലാ ഭാര്യമാരും അവർ കഷ്ടപ്പെട്ട് പലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. നമ്മൾ ഇനി അടുത്തൊരു ഘട്ടമായിട്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരെ കൂടി വെള്ളിയാഴ്ചകളിൽ രാവിലെ കൊണ്ടുവരികയും അവരെ പാർക്കിൻ്റെ ചുറ്റുവട്ടത്തിൽ നടത്താൻ അവരുടെ ബന്ധം വളർത്തിയെടുക്കണം. അത്തരത്തിലൊരു കുടുംബ കൂട്ടായ്മ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റണം. തീർച്ചയായും നമ്മൾ ഇവിടെ നിലനിൽക്കാൻ പോകുന്നവരല്ല. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഞാനോ നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ സംഘടനകൾക്കപ്പുറത്ത് നമ്മുടെ DLFന്റെ കുടുംബത്തിൻ്റെ ഒരു യാത്രയ്ക്ക് കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ സംഘടനയെ നമുക്ക് കൊണ്ടുപോകണം. ഇതിൽ വലിപ്പം ചെറുപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാവരും എന്നേക്കാൾ വലിയവരാണ് ഇരിക്കുന്നത്. ഇത് 100% ബോധ്യമുണ്ട്. ഞാൻ സംസാരിക്കുന്നത് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ അങ്ങനെ ആ തരത്തിലൊരു സംഘടനയുടെ സെറ്റപ്പോ ഒരു പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഇന്നാൾ വരുന്നത് ദിവസമായിട്ടുള്ള ചാനൽ പറഞ്ഞാൽ അങ്ങനത്തെ യാതൊരു വിഷയങ്ങളില്ല. നമ്മൾ ആർക്കും വേണമെങ്കിലും നടത്താൻ മുന്നോട്ട് വരാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കൂട്ടായ തീരുമാനങ്ങളിലൂടെ ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്താറുള്ളത്. നടത്തിപ്പിന് വേണ്ടി മാത്രം എല്ലാവരും കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇന്ന് മടങ്ങിപ്പോയാൽ
അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഒരു കളിയുണ്ട്. പിന്നെ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ വൈകുന്നേരം 7 മണിക്ക് മത്സരം സ്റ്റേഡിയം, നമ്മൾ അന്ന് കളിച്ച സ്റ്റേഡിയത്തിൽ ഒരു മത്സരമുണ്ട്. നമ്മുടെ ദമാം ഫുട്ബോൾ അസോസിയേഷനിലെ മാനേജർമാരുമായിട്ട് നമ്മുടെ ഈ ടീം കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ജേഴ്സിയൊക്കെ സ്പോൺസേഡ് ആയിട്ട് മുത്തുക്ക ഒരു ടീമിനെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇത് അദ്ദേഹത്തിന് അഭിനന്ദിക്കാം. ആ ഒരു കമ്പനിയുടെ പേരെന്തായിരുന്നു, ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 24 ജേഴ്സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഉദ്ദേശിക്കുന്ന ആ ജേഴ്സി നിലനിർത്തുകയാണ് നമ്മൾ. ഇനി പല പരിപാടി, ഇപ്പോൾ വോളിബോളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഒരിക്കലും കിട്ടാതെ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് രാവിലെ നമുക്ക് ഏർലി മോർണിംഗിൽ ഇവിടെ ഈ വ്യായാമ കേന്ദ്രങ്ങൾ, ജിമ്മ് പോലുള്ള സ്ഥാപനങ്ങൾ പോലും ഇവിടെ രാവിലെ തുറക്കാറില്ല. അതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. പലപ്പോഴും നമുക്കത് ഒരുപാട് തോന്നിയ പോലുള്ള ഒരു ലൈഫ് മൊബൈലിൽ ഓഫാക്കി എന്ന് പറയാം. വീട്ടിൽ തന്നെ ഇരിക്കാത്ത ആനയും പാപ്പാനുമായിട്ട് കളിക്കുക, കുറുക്കനും കോഴിയായിട്ട് കളിക്കുക, ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയായി മാറുന്നത്. എന്താ പറയുക, ടു റിഫ്രഷ് അവർ മൈൻഡ് ആൻഡ് ടു ബി യങ് ഇൻ അവർ ലൈഫ്. നല്ല പരിപാടിയാണ് ഇത്, മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പുറകിൽ പ്രവർത്തിച്ചിട്ട് ആശുപത്രി തുടങ്ങിയവർ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഉറങ്ങിക്കൂടുന്നതിലും നല്ലത് എന്തെങ്കിലും ചെയ്യാം, ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ബോഡിക്ക് നല്ലതാണ്, എക്സസൈസ് ആണ്. Oh.